മംഗലാപുരം റിഫൈനറിയിലെ വിഷവാതക ചോർച്ചയിൽ മരിച്ച കോഴിക്കോട് കക്കോടി സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു. റിഫൈനറിയിലെ ഓപ്പറേറ്ററായ ബിജിൻ പ്രസാദിന്റെ മൃതദേഹമാണ് സംസ്കരിച്ചത്. അപ്രതീക്ഷിത വിയോഗം ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ തീരാവേദനയായി. ശനിയാഴ്ച രാവിലെയായിരുന്നു കോഴിക്കോട് സ്വദേശിയായ ബിജിൽ പ്രസാദും ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് സ്വദേശി ദീപ് ചന്ദ്രയെയും മംഗലാപുരം റിഫൈനറിയിലെ ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിഫൈനറിയിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച പുലർച്ചെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. അപ്രതീക്ഷിത വിയോഗം നാട്ടുകാർക്കും ബിജിന്റെ കൂട്ടുകാർക്കും തീരാ നോവായി. പ്രതീക്ഷിക്കാത്തൊരു ഞാനും ഞങ്ങളൊക്കെ ഒരേ ബെഞ്ചിലിരുന്ന് ഒരു കോഴ്സും കഴിഞ്ഞ് അപ്രന്റീഷിപ്പ് ഒരുമിച്ചായിരുന്നു. ആദ്യം ജോലി ചെയ്തത് ഒരുമിച്ചവൻ ഞങ്ങളിവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മംഗലാപുരം കിട്ടി. ഇങ്ങനെ ഒരു അപകടം പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് അവരെ പ്ലാന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര ലോ റിസ്ക് ഏരിയ ആണെന്നത് ടാങ്ക് ഫാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ ഒരു അപകടം ആരും പ്രതീക്ഷിക്കുന്നില്ല. അത്രയും അടുത്ത ബന്ധമായിരുന്നു. അവനവിടെ MRPയിലോട്ട് മാറിയതിനു ശേഷവും ഇടയ്ക്ക് വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യും. എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതാണ് അയാൾ. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് 10:30 ട്രെയിൻ ഇറങ്ങും, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. മംഗലാപുരത്ത് സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഗൃഹപ്രവേശന ചടങ്ങുകളിലേക്ക് കടക്കുമ്പോഴാണ് ബിജിന്റെ അപ്രതീക്ഷിത വിയോഗം. കൈരളി ന്യൂസ്, കോഴിക്കോട്.